വാതാപി ഗണപതിം ഭജേഹം. ഹംസധ്വനി രാഗത്തിലുള്ള കൃതിയാണ്. ഈ കൃതി എഴുതിയിരിക്കുന്നത് വാദ്യകാരനായിട്ടുള്ളത് മുത്തുസ്വാമി ദീക്ഷിതരാണ്. സ്വാമി ദീക്ഷിതരുടെ കൃതിയാണ് വാതാപി ഗണപതി. അപ്പോൾ ഈ കൃതിയിൽ രാഗം ഹംസധ്വനിയാണ്. ഹംസധ്വനി എന്ന് പറഞ്ഞാൽ ഒരു ഔഢവ രാഗമാണ്, 5 സ്വരങ്ങളുള്ള. അതായത് ആ രാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്ലസൻ്റ് ആയിട്ടുള്ള രാഗമാണ്. അതിനകത്ത് ഒരു സങ്കടഭാവം ഒരിക്കലും ഒരിടത്തും ധ്വനിക്കത്തില്ല. ഏത് നോട്ട് വായിച്ചാലും അതിനകത്ത് പ്രത്യേക ഒരു ഭംഗി, ഒരു സുഖം, അതിലുള്ള പാട്ടുകളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നാദങ്ങളായി നീ വരൂ പോലെ ആ രാഗം മധുമയമാരാഗം, ഈ പാട്ടുകളൊക്കെ ഈ രാഗത്തിലാണ്. അപ്പോൾ വാതാപി ഗണപതി എന്ന് തുടങ്ങുന്ന കൃതി ഒന്ന് നോക്കാം. ആദ്യം രാഗം ഹംസധ്വനി. രീക്കൊരു ഗമകം, ഞാൻ വായിക്കാൻ പറ്റില്ല. ഗായുടെ സഹായത്തോടു കൂടിയാണ് രീ വരുന്നത്. രീ ഗരി ഗരി പ്ലെയിൻ. നീ എന്ന് പറയുന്നത് സനി സനി, സായുടെ സഹായത്തോടു കൂടിയുള്ള നീയാണ്. സനി 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 ചില ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തൊരു നല്ലൊരു പ്രയോഗം വരുന്നുണ്ട്. അത് ഇല്ലാതെ നമുക്ക് കൃതി വായിക്കാൻ പറ്റില്ല, രാഗവും വായിക്കാൻ പറ്റില്ല. രീ സാ വരുന്നിടത്ത് റിസസ, രീ സസ. രീ ഇവിടെ സെക്കൻഡ് സ്ട്രിങ്ങിലും സസ തേർഡ് സ്ട്രിങ്ങിലും. പെട്ടെന്ന് അല്ലെങ്കിൽ ഇവിടെ വായിക്കുന്നതും നല്ലതാണ്. തേർഡില് ചെറുവെല്ലുകൊണ്ട് രീ അടിക്കുക, ഇവിടെ സ ജണ്ട. രാഗം വായിക്കാം. പല്ലവി ഫസ്റ്റ് സംഗതി. ഗ രീ സ സരി സ സ പ രി സ രി സ നി സ രി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ ഗ ഗാത്രി ഗ ഗ രീ സ രി ടു സ 1 ഗ ഗ രീ സ സരി സ സ. ഞാൻ പറഞ്ഞത് രീയുടെ കൗണ്ടാണ് കേട്ടോ. ആരും രീയുടെ വെറൈറ്റീസ് ആണെന്ന് ഓർത്ത് തെറ്റിദ്ധരിക്കരുത്. 3 കൗണ്ടറിനും ഒരു കൗണ്ടറിനും ഒക്കെയാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചോ. ഗ ഗ ഗ രീ സ സരി സ സ പ രീ പ 1 പ 2 പ ഗ രീ 4 രീ 4 പ ഗ രീ സ ഗ രീ രീ 4 സനി സരി. സനി സരി വായിക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് വായിക്കുന്നത് സനി സരിയല്ല, സസ സരി. സസ തർഷിയിൽ സനി എന്നുള്ളത് സസ എന്ന് വായിക്കണം. എപ്പോഴും ഹംസധ്വനിയിലെ ഈ കീർത്തനം വായിക്കുമ്പോൾ സസ എന്ന സനിക്ക് പകരം ഹംസധ്വനിയിലെ ഏത് വായിച്ചാലും സനി സരി എന്ന് ഓപ്പൺ ആയിട്ട് നമ്മൾ സ്വരം വായിക്കുമ്പോൾ മാത്രം വേണമെങ്കിൽ നീ വായിക്കാന്നല്ലാതെ ബാക്കി സ്ഥലങ്ങളൊക്കെ സനി സരി എന്ന് വരുമ്പോൾ സസ സരി. അതൊന്ന് വായിക്കാം. ബോയ് ഇങ്ങനെയാണ് കേട്ടോ. സരി ഒരു ബോയ് സസന്റെ ബോയ്. ഹം എന്ന് പറഞ്ഞ ഒരു സിലബിൾ ഒരു ബോയില് 2 പ്രാവശ്യം വായിക്കാൻ സംഗതി.
വാ ഗ സരി ഗ സ ഒരു ഗ്ലൈഡ് ഉണ്ട് സ ഇരി നമ്മുടെ മുകളിൽ നിന്ന് ഗായിൽ നിന്ന് ഇരി സായിലേക്ക് പോകും. ഗ വരെ പോണ്ട, രീ ജസ്റ്റ് ഇങ്ങനെ വരാം. ഗ സരി ഗ രീ സ ബാക്കി സേ അടുത്തത് വാതാപി ഗണപതിം ഭജേഹം. ഗപ ഗരി സ ഇങ്ങനെ വായിക്കാം. ഗപ ചെറുവല്ലോണ്ട് ഗരി സ സ ഗണപതിം ഭജേഹം. അടുത്തത് അപ്പൊ ഇത് പല രീതിയിൽ വായിക്കാം കേട്ടോ. ഇതൊരു സിമ്പിൾ വേർഷനാണ് പറഞ്ഞത്. എന്നൊക്കെ വായിക്കാം കുറച്ച് ഭംഗി കൊടുത്ത് ഗമകത്തിൽ മാത്രം. ബിഗിനേഴ്സ് നമ്മളിത് ആദ്യം പഠിക്കുമ്പം ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വേർഷൻസ് ഒക്കെ വായിച്ചാൽ മൊത്തം കുളമായിരിക്കും. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാം. അടുത്തത് വാതാപി ഗണപതിം ഭജേഹം. ഒന്നുമില്ല. ഗപ ഗരി സ സ പ ടി. അവിടെ റിസസ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല വ്യക്തമായിട്ട്. റിസസ ഗപ ഗരി റിസസ പ ടി. റിസസാസ. അപ്പോ ഗതാപി ഗണ സസ. അടുത്തത് വേദവി ഗപനി പഗരി ഗരി സനി പറ്റി. ഗരി സനി ഞാൻ പറയുന്നത് സസാ തന്നെ വായിക്കണം. ഗപനി പഗരി ഗരി സനി പറ്റി സരി സനി സരി. അപ്പോ ഗപനി എന്നുള്ളൊരു ബോയ് വന്നു. അത് കട്ട് ചെയ്ത് വായിക്കുന്നത് അപ്പോ ക്രോസിങ് ഒരു സുഖമില്ല. അപ്പോൾ അടുത്ത സ്ട്രിങ്ങിലേക്ക് പോയ അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡിൽ തന്നെ വായിക്കാം. ആ സെക്കൻഡ് സ്ട്രിങ് പല സ്ഥലങ്ങളിലും ഒറ്റ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഒറ്റ സ്ട്രിങ്ങിൽ തന്നെ വായിച്ചാൽ അതിൽ ഭംഗി വേറെ. ഗരിസനി രിഗരി വായിച്ചാൽ മതി. രിഗരി എന്നുള്ളത് ഇങ്ങനെ വായിക്കാൻ വേണ്ടി ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല. ഈ ഗായിൽ നിന്ന് രീ എന്ന് ഗ്ലൈഡ് ഡിപ്പെൻഡിങ് ഓൺ ഗ. അടുത്തത് ഗബനി സരി സനി പഗരി. ബാക്കി ശരി. നീസ എന്നുള്ള സസ എന്ന് വായിച്ചാൽ ഭംഗിയായിരിക്കും. ഈ ചെറുവരിൽ വായിക്കാം സിമ്പിൾ ആയിട്ട്. അടുത്ത ലൈൻ ഗവനി സരി ഗരി സനി പഗരി സസ. ഗവനി സരി ഗ ഒരുപോലെ ഗരി സനി പ ഗരി സനി പക എന്ന് വായിക്കുന്നത് രിഗരി നടിച്ച് വായിച്ചാൽ ശരി അവിടെ ഭംഗിയായി. രിഗരി സസ അവിടെ ഗരി സനിയാണ്. ഗബനി സരി ഗരി സനി പക ഗരി സസ പ ടി. അപ്പോ ഗരി സനി പക ഗരി സസ ടി. അടുത്താണ് ഒരു അഡ്വാൻസ് സംഗതി പറയുന്നത്. ഗബനി സരി ഗ പ ഗരി സനി പ
ഗവനി സരി ഗരി സനി പഗരി സപറ്റി ഗവനി സരി പഗ ഈ ഗാഢമല്ല തന്നെ ഗപ്പഗരി എന്നാണ്. പഗരി വരുമ്പോ പഗ എന്ന് പറയുമ്പോ ഗപഗ. വാരണാസ്യം, വാരണാസ്യം എന്നുള്ളത് ഒരു വേർഡാണ്. നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സുഖമില്ലാതെ വരും. ആ സാഹിത്യത്തിനെ മുറിക്കുന്ന പോലെ. അപ്പം വാരണാസ്യം വരപ്രദം ശ്രീ. ഇപ്പോ ഗരി ഗപ്പ വാരണാസ്യം പാഗ പാഗ പാത്രി ഫസ്റ്റ് പാത്രി സെക്കൻഡ് പാർട്ട് 2 പാഗ പാഗ വര സദപ ഗരി വാരണാസ്യം വരപ്രദം ശ്രീ. വാരണാസ്യം അടുത്തത് വാരണാസ്യം വാരണാസ്യം വരപ്രദം ശ്രീ. ഗരി ഗപ്പ പനി സരി ഗരി സരി ധനി ബ സനി സരി. ഗരി ഗഗരി വാരണാസ്യം വരപ്രദം സരി സനി പ സനി സരി. വാരണാസ്യം വരപ്രദം ശ്രീ. അടുത്തത് വാരണാസ്യം വരപ്രദം ശ്രീ. ഗരി സരിയുടെ വല്ല തന്നെ ഈ ഗരി വായിച്ചാൽ സരി സനി സനി സസപ്പ സസപ്പ സനിപ്പായി വരാൻ സസപ്പ ഗനി പ ഗരി സർ ഗാഡ വല്ല തന്നെ. ലാസ്റ്റ് നിർത്തുമ്പോ പല്ലവി വായിച്ച് നിർത്താൻ വേണ്ടി സരി ധനി ഭഗരി സ. അഹം ഭജേ എന്ന് നിർത്തിയിട്ട് ഹം എന്ന് സെപ്പറേറ്റ് പാടരുത്. ഭജയെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞാൽ അഹം എന്ന് മാറ്റി പാടുക കേട്ടോ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഗണപതി ഭജേ അഹം വയലിൽ അത് ശരിക്കും എവിഡൻ്റ് അല്ല. കാരണം അഹം എന്നും ഏഹം എന്നും ഒക്കെ ഒരുപോലെ കേൾക്കത്തുള്ളൂ. പക്ഷെ മനസ്സിലുണ്ടാവണം ഭജേ അഹം, അഹം ഭജാമി, ഞാൻ ഭജിക്കുന്നു എന്നർത്ഥമാക്കുന്നു. ഓക്കെ, അപ്പോൾ പല്ലവിയാണ് ഇപ്പോൾ നോക്കിയത്. മറ്റൊരു വീഡിയോയിൽ അനുപല്ലവിയെ നോക്കാം. പല്ലവി ശരണം. താങ്ക് യു.